മക്കളെ. സോ വെൽക്കം ബാക്ക് ടു അവർ ബയോളജി ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ സ്റ്റെമ്മും റൂട്ടും കംപ്ലീറ്റ് ചെയ്ത് പോയതാണ്. ആൻഡ് ഞാൻ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ്ലി നിങ്ങൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പഠിച്ചിട്ട് വേണം വരാൻ. അപ്പോഴാണ് നമുക്ക് ഇത് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്, ലീഫ് എങ്ങനെ ഇരിക്കുന്നൊക്കെ പഠിക്കണ്ടേ. അപ്പോൾ നമ്മൾ നല്ല ഇൻട്രസ്റ്റോട് കൂടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റെമ്മും റൂട്ടും നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് ഡൺ ദാറ്റ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്, ഡോർസി വെൻട്രൽ അല്ലെങ്കിൽ ഡൈക്കോട്ടിലിഡനസ് ലീഫാണ് മക്കളെ. എന്താണ് ഡോർസി വെൻട്രൽ അല്ലെങ്കിൽ ഡൈക്കോട്ടിലിഡനസ് ലീഫ്? പ്രത്യേകം ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഡൈക്കോട്ട് ലീഫ് മോണോക്കോട്ട് ലീഫ് എന്ന് പറയുമ്പം കുട്ടികൾക്ക് മാറത്തില്ല. അറ്റ് ദ സെയിം ടൈം ഡൈക്കോട്ട് ലീഫിൻ്റെ മറ്റൊരു പേരാണ് ഡോർസി വെൻട്രൽ ലീഫ്. ഡോർസി വെൻട്രൽ ലീഫ് അല്ലെങ്കിൽ ഐസോ ബൈലാറ്ററൽ ലീഫ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണ് ഡൈക്കോട്ട് ഏതാണ് മോണോക്കോട്ട് എന്ന് മാറിപ്പോവും. ഓർത്ത് വെക്കാനുള്ള മാർഗ്ഗം ഇത്രയേ ഉള്ളൂ, ഡൈക്കോട്ട് ഡി, ഡോർസി വെൻട്രൽ രണ്ടും ഡി തന്നെയാണ്. ഓക്കെ, ഡൈക്കോട്ട് ഡി. നേരത്തെ റൂട്ട് റേഡിയൽ ആർ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഡി ഡി, ദാറ്റ് ഈസ് ഡൈക്കോട്ടിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഡോർസി വെൻട്രൽ ലീഫ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ the vertical section of a dorsiventral leaf through the lamina shows three main parts. Namely, ഏതൊക്കെയാണ് മക്കളെ? ഒരു ലാമിന, ഒരു ലീഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാമിന വെച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ സെക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെയിൻലി 3 പാർട്സ് ആണ് അതിലുണ്ടാവുക. ഏതൊക്കെയാണ്? ദ എപ്പിഡെർമസ്, മീസോഫിൽ ആൻഡ് വാസ്കുലർ സിസ്റ്റം. മീസോഫിൽ നമ്മൾ എവിടെ പറഞ്ഞു? ഏത് ടൈപ്പ് ഓഫ് സിസ്റ്റം ആയിരുന്നു മീസോഫിൽ? ഏത് ടൈപ്പ് ഓഫ് ടിഷ്യൂ സിസ്റ്റം ആയിരുന്നു മക്കളെ മീസോഫിൽ? ദാറ്റ് ഈസ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഓർക്കുന്നില്ലേ? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് അവിടെ, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ ക്ലോറോപ്ലാസ്റ്റ് മീസോഫിൽ എന്നൊക്കെ പറഞ്ഞത്. സോ ഇതാണ് ഞാൻ പറയുന്നത്, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിലാണ് മീസോഫിൽ. അതുപോലെ തന്നെ അവിടെ പറഞ്ഞ മറ്റൊരു കാര്യം, വാസ്കുലർ ബണ്ടിൽസിൽ, അതായത് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിലും എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിലും ഇല്ലാത്ത ആളുകളൊക്കെയാണ് ഈ പറഞ്ഞ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ ഉണ്ടാവുക, അതിലാണ് മീസോഫിൽ. അത് ഓർക്കുന്നില്ലേ? മറന്നിട്ടില്ലല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യിപ്പിച്ചതാണ്. ഓക്കെ, സോ നമ്മളൊരു ലീഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോർസി വെൻട്രൽ ഡൈക്കോട്ട് പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡോർസി വെൻട്രൽ സെക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഡൈക്കോട്ട് ലീഫിൻ്റെ. സോ അങ്ങനെ സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് 3 പാർട്ടാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ദ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതാണ് മക്കളെ എപ്പിഡെർമിസ്. ദ ഫസ്റ്റ് പാർട്ട് ഈസ് എപ്പിഡെർമിസ് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് മീസോഫിൽ ആൻഡ് ദ തേർഡ് പാർട്ട് ഈസ് വാസ്കുലാർ സിസ്റ്റം. ക്ലിയർ ആയോ? എപ്പിഡെർമിസ്, മീസോഫിൽ ആൻഡ് വാസ്കുലാർ സിസ്റ്റം. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, മീസോഫിൽ ആൻഡ് വാസ്കുലാർ സിസ്റ്റം. ഇനി ദ എപ്പിഡെർമിസ് വിച്ച് കവേഴ്സ് ബോത്ത് ദ അപ്പർ സർഫസ് ആൻഡ് ലോവർ സർഫസ്. എപ്പിഡെർമിസിന്റെ പ്രത്യേകത എന്താ മക്കളെ? അത് അപ്പർ സർഫസും കവർ ചെയ്യും, ലോവർ സർഫസും കവർ ചെയ്യും. 2 ഭാഗത്തും കവറേജ് ഉള്ളയാളാണ് ഇവിടുത്തെ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അപ്പർ സർഫസ് കവർ ചെയ്യുന്ന എപ്പിഡെർമിസിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എഡാക്സിയൽ എപ്പിഡെർമിസ്. എന്താണ് അതിനെ വിളിക്കുന്നത്? എഡാക്സിയൽ എപ്പിഡെർമിസ്. അപ്പർ സർഫസ് കവർ ചെയ്യുന്ന എപ്പിഡെർമിസിന്റെ പേരാണ് എഡാക്സിയൽ എപ്പിഡെർമിസ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ മക്കളെ? മനസ്സിലായില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോവർ സർഫസ് കവർ ചെയ്യുന്ന എപ്പിഡെർമിസിനെ വിളിക്കുന്നത് എന്തായിരിക്കും? അബാക്സിയൽ എപ്പിഡെർമിസ്. ഓക്കെ, 2 ടൈപ്പ് ഓഫ് എപ്പിഡെർമിസ് പ്രസന്റ് ആണ് ആർക്ക്? ഒരു ഡോർസി വെൻട്രൽ ലീഫ് അല്ലെങ്കിൽ ഒരു ഡൈക്കോട്ട് ലീഫിന്. സോ അതിന്റെ അപ്പർ ലെയറിനും കവറേജ് കിട്ടുന്നുണ്ട്, ലോവർ ലെയറിനും കവറേജ് കിട്ടുന്നുണ്ട്. വൈ ഐ എം സേയിങ് ദ കവറേജ്? ബിക്കോസ് വി നോ ദാറ്റ് ദ എപ്പിഡെർമിസ് ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ആൻഡ് ഇറ്റ് ഇസ് ഫോർ ദ പ്രൊട്ടക്ഷൻ, റൈറ്റ്? സോ it provides both upper and lower coverage. അതിൽ അപ്പർ കവറേജ്, അപ്പർ സർഫസ് ആണ് അഡാക്സിയൽ എപ്പിഡെർമിസ്, ലോവർ ആണ് അബാക്സിയൽ എപ്പിഡെർമിസ്. ഇത് രണ്ടും മാറിപ്പോവരുത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. താഴത്തതിന് എന്താ വിളിക്കുക? അബാക്സിയൽ. ഞാൻ വീണ്ടും പറഞ്ഞു തരാണ്. മേലെ എന്താണ്? അഡാക്സിയൽ. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ മക്കളെ? സോ ഇറ്റ് ഹാസ് എ കോൺസ്പിക്യൂസ് ക്യൂട്ടിക്കിൾ. അതിനെന്തുണ്ട്? ഒരു കോൺസ്പിക്യൂസ് ക്യൂട്ടിക്കിൾ ഉണ്ട്. ക്ലിയർ ആണോ? ക്യൂട്ടിക്കിൾ. വീണ്ടും ബാക്ക് ടു അവർ ടോപ്പിക്സ്, അതായത് മുന്നേ പഠിച്ച ടോപ്പിക്സിലോട്ടൊന്ന് റിവൈൻഡ് ചെയ്യുക. ഈ ക്യൂട്ടിക്കിൾ ആർക്ക് പ്രസൻറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? റൂട്ട്സിന്. റൂട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പം നമ്മൾ ക്യൂട്ടിക്കിളിനെ പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. ബിക്കോസ് റൂട്ട്സിന് ക്യൂട്ടിക്കിൾ എന്താണ്? ആബ്സെൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇവർക്ക് സ്റ്റെമ്മിനും ലീഫിനൊക്കെ ക്യൂട്ടിക്കിൾ എന്താണ് മക്കളെ? പ്രസൻ്റ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ലീഫ് ഹാസ് എ കോൺസ്പിക്യൂസ് ക്യൂട്ടിക്കിൾ. അവർക്ക് എന്തുണ്ട്? ഒരു കോൺസ്പിക്യൂസ് ക്യൂട്ടിക്കിൾ ഉണ്ട്. ദി അബാക്സിയൽ എപ്പിഡെർമിസ്. എന്താണ് അബാക്സിയൽ എപ്പിഡെർമിസ്? എന്തായിരുന്നു അബാക്സിയൽ എപ്പിഡെർമിസ്? ദാറ്റ് ഈസ് ലോവർ എപ്പിഡെർമിസ് അല്ലേ? So the abaxial epidermis generally bears more stomata than the adaxial epidermis. മേലെയുള്ള
എപ്പിഡെർമിസ്, അതായത് അഡാക്സിയൽ എപ്പിഡെർമിസ്. ഈ അഡാക്സിയൽ എപ്പിഡെർമിസിനെ കാട്ടിലും സ്റ്റൊമാറ്റ ബിയർ ചെയ്യുന്നത് ആരായിരുന്നു മക്കളെ? അബാക്സിയൽ എപ്പിഡെർമിസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ലോവർ എപ്പിഡെർമിസിലാണ് സ്റ്റൊമാറ്റയുടെ എണ്ണം കൂടുതൽ. ആർക്ക്? ഡൈക്കോട്ട് ലീഫിന് അല്ലെങ്കിൽ ഡോർസി വെൻട്രൽ ലീഫിന്. ലോവർ എപ്പിഡെർമിസിലാണ് എന്ത് കൂടുതൽ? സ്റ്റൊമാറ്റയുടെ എണ്ണം കൂടുതലായിട്ടുള്ളത്. വീണ്ടും പറയാണ്, എബാക്സിയലിലായിരിക്കും നമ്പർ ഓഫ് സ്റ്റൊമാറ്റ കൂടുതൽ ഉണ്ടാവുക. എവിടത്തെക്കാട്ടിലും? എഡാക്സിയലിനെക്കാട്ടിലും. ക്ലിയർ ആയോ? അതാണ് ഇവിടുത്തെ മെയിൻ കാര എന്ന് പറയുന്നത്. ആൻഡ് ദ ലേറ്റർ മേ ഈവൻ ലാക്ക് സ്റ്റൊമാറ്റ. ഓക്കെ, ദ ലാറ്റർ മേ ഈവൻ ലാക്ക് സ്റ്റൊമാറ്റ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മേലെ ഉള്ളതിനെക്കാട്ടിലും സ്റ്റൊമാറ്റയുടെ എണ്ണം കൂടുതൽ താഴെയാണെന്ന് പറഞ്ഞു. സ്റ്റൊമാറ്റയുടെ എണ്ണം കൂടുതൽ എന്നല്ലേ പറഞ്ഞത്? ചിലപ്പോൾ മേലെ സ്റ്റൊമാറ്റ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞത് ലേറ്റർ മേ ഈവൻ ലാക്ക് സ്റ്റൊമാറ്റ. മേലെ സ്റ്റൊമാറ്റ ഉണ്ടാവാം, ഉണ്ടാവാണ്ടിരിക്കാം. എന്തായാലും അബാക്സിയൽ ഭാഗത്ത് സ്റ്റൊമാറ്റ നിർബന്ധമാണ്. And comparing to the adaxial side, it is more in number than the adaxial one. And it may bear or may not bear. മനസ്സിലായോ? അവിടെ എന്താണ് ആ ഒരു സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ? ദ ലേറ്റർ മേ ഈവൻ ലാക്ക് സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു. ഇവിടെ ലേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? തൊട്ടു മേലെയുള്ള സെൻറ്റൻസിൽ ഇവരെങ്ങനെയാണ് മക്കളെ പറഞ്ഞത്? തൊട്ടു മേലെയുള്ള സെൻറ്റൻസിൽ ഇവർ പറഞ്ഞത് എന്താ? അബാക്സിയലാണ് ഫസ്റ്റ് പറഞ്ഞത്, സെക്കൻഡാണ് ഇവർ അഡാക്സിയലിനെ പറ്റി പറഞ്ഞത്. സോ അതിലെ ലേറ്റായിട്ട് പറഞ്ഞത്, അതായത് അഡാക്സിയലിനെ പറ്റിയിട്ട്. ആ ലേറ്റർ മേ ഈവൻ ലാക്ക് സ്റ്റൊമാറ്റ. ആ അഡാക്സിയൽ ചിലപ്പോൾ സ്റ്റൊമാറ്റ ഉണ്ടായിക്കൊള്ളണം തന്നെ ഇല്ലാന്ന്. ക്ലിയർ ആയോ? ഓക്കെ ആയോ മക്കളെ? ക്ലാരിറ്റി വന്നോ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന്? സോ ലെറ്റ്സ് റിവൈൻഡ്. ഡൈക്കോട്ട് ലീഫിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പിഡെർമിസ്, നമ്മളുടെ പ്രൊട്ടക്റ്റീവ് ഔട്ടർ ലെയർ എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ആണ്. ആ എപ്പിഡെർമിസിൽ 2 ടൈപ്പ് ആളുണ്ട്. എഡാക്സിയലുണ്ട്, അബാക്സിയലുണ്ട്. മേലെയുള്ള ആൾ എഡാക്സിയലും താഴെയുള്ള ആൾ അബാക്സിയലും. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താ? മേലെയുള്ള ആൾക്ക് സ്റ്റൊമാറ്റ ഉണ്ടാവാം, ഉണ്ടാവാണ്ടിരിക്കാം. താഴെയുള്ള ആൾക്ക് എന്തായാലും സ്റ്റൊമാറ്റ ഉണ്ടാവും. ആൻഡ് ഇൻ കമ്പാരിറ്റീവ് ടു മേലെയുള്ള എഡാക്സിയലിനെ സംബന്ധിച്ച് ദിസ് അബാക്സിയൽ മേ ബിയർ മോർ സ്റ്റൊമാറ്റ. ഓക്കെ അല്ലേ? ഇത്രയാണ് നമുക്ക് ഈ ഒരു 4 സെൻറ്റൻസ് നിന്ന് മനസ്സിലാക്കാനുള്ളത്. Then the tissue between the upper and lower epidermis. That means the tissue between the adaxial epidermis and the abaxial epidermis is known as mesophil. ഇപ്പോൾ അതിൽ ക്ലാരിറ്റി വന്നോ? എന്താണ് മീസോഫിൽ എന്ന് മനസ്സിലായോ? That is the tissue between the adaxial epidermis and the abaxial epidermis. Clear ആയല്ലോ മക്കളെ? And this mesophil possess chloroplast and carry out photosynthesis. ഈ മീസോഫിൽ എന്തുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ആൻഡ് ഇവരുടെ ഫംഗ്ഷൻ എന്താണ് മക്കളെ? photosynthesis. എന്താ photosynthesis എന്ന് വെച്ചാൽ with the help of sunlight they prepare their own food. അല്ലേ? plants with the help of sunlight they prepare their own food. അതാണ് photosynthesis എന്ന് പറയുന്ന പ്രോസസ്സ്. അത്രയും ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പറഞ്ഞു തരാണ്, അബാക്സിയലിനും അഡാക്സിയലിനും ഇടയിലുള്ള ടിഷ്യൂ ആണ് ആക്ച്വലി മീസോഫിൽ എന്ന് പറയുന്നത്. പലരുടെയും മൈൻഡിൽ ഈ മീസോഫിൽ എന്ന് പറയുന്ന വേറെന്തോ സാധനമാണ്. ഓക്കെ, അങ്ങനെയല്ല. ഇവർക്കിടയിലുള്ള ടിഷ്യൂ ആണ് മീസോഫിൽ. ആൻഡ് ഈ മീസോഫിലിൽ ആരുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഈ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അവർ ഫോട്ടോസിന്തസിസിൽ പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യത്തിൽ ക്ലാരിറ്റി വന്നല്ലോ മക്കളെ? സോ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാരങ്കൈമ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. മീസോഫിൽ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് പാരങ്കൈമ വെച്ചിട്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാരങ്കൈമ, വിച്ച് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇറ്റ് ഹാസ് 2 ടൈപ്സ് ഓഫ് സെൽ. പാരങ്കൈമ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഈ പാരങ്കൈമയിൽ 2 സെൽസ് ഉണ്ട് ഇവർക്ക്. ഒന്ന് പാലിസൈഡ് പാരങ്കൈമയാണ്, മറ്റൊന്ന് സ്പോഞ്ചി പാരങ്കൈമയാണ്. ഫസ്റ്റ് വൺ ഇസ് പാലിസൈഡ് പാരങ്കൈമ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സ്പോഞ്ചി പാരങ്കൈമ. വീണ്ടും പറയാണ്, മീസോഫിൽ സെൽസ് എന്ന് പറഞ്ഞു, മീസോഫിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഈ പറയുന്നവർ ഉണ്ടാക്കിയിരിക്കുന്നത് പാരങ്കൈമ സെൽസ് വെച്ചിട്ടാണ്. ഈ പാരങ്കൈമ സെൽസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തേതാണ് മക്കളെ, ദാറ്റ് ഈസ് പാലിസൈഡ് പാരങ്കൈമ. ഒന്നാമത്തേത് എന്താണ്? പാലിസൈഡ് പാരങ്കൈമ. രണ്ടാമത്തേതാണ് സ്പോഞ്ചി പാരങ്കൈമ. ഒന്നാമത്തേത് പാലിസൈഡ് പാരങ്കൈമ, രണ്ടാമത്തേതാണ് സ്പോഞ്ചി പാരങ്കൈമ. ഇതിൽ അഡാക്സിയലി പ്ലേസ് ചെയ്തിട്ടുള്ള, അഡാക്സിയൽ എന്ന് വെച്ചാൽ എവിടെയായിരുന്നു? മേലെ. സോ അഡാക്സിയലി പ്ലേസ് ചെയ്തിട്ടുള്ള പാരങ്കൈമ, ദാറ്റ് ഇസ് പാലിസൈഡ് പാരങ്കൈമ ഉണ്ടാക്കിയിരിക്കുന്നത് ഇലോങ്ങേറ്റഡ് സെൽസ് വെച്ചിട്ടാണ്. The adaxially placed palisade parenchyma is made up of elongated cells. That is also very important.
അഡാക്സിയലി പ്ലേസ് ചെയ്തിട്ടുള്ള പാരങ്കൈമ സെൽസ് എങ്ങനെയാണ് മക്കളെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇലോങ്ങേറ്റഡ് സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഒരു ഡൈക്കോട്ട് ലീഫ് അല്ലെങ്കിൽ ഡോർസി വെൻട്രൽ ലീഫിന്റെ കേസിൽ അവരുടെ അപ്പർ സൈഡ് എന്ന് പറയുന്നത് അഡാക്സിയൽ സൈഡാണ്. ഈ അഡാക്സിയലി പ്ലേസ് ചെയ്തിട്ടുള്ള പാരങ്കൈമ ഏതാണ്? ദാറ്റ് ഈസ് പാലിസൈഡ് പാരങ്കൈമ. ഇതേതാണ്? പാലിസൈഡ് പാരങ്കൈമയാണ്. ഈ പാലിസൈഡ് പാരങ്കൈമ ഉണ്ടാക്കിയിരിക്കുന്നത് ഇലോങ്ങേറ്റഡ് സെൽസ് വെച്ചിട്ടാണ്. ക്ലിയർ ആയോ? ക്ലാരിറ്റി വന്നോ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് നോക്കണ്ടേ? നമ്മൾ പറഞ്ഞു പാലിസൈഡ് പാരങ്കൈമ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പാലിസൈഡ് പാരങ്കൈമ എങ്ങനെയാണ്? ഇലോങ്ങേറ്റഡ് ആണ് എന്നും പറഞ്ഞു. ഇവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ദാറ്റ് ഈസ് വേർട്ടിക്കലി ആണ് മക്കളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദേ ആർ പാരലൽ ടു ഈച്ച് അതർ. പാരലലി വേർട്ടിക്കൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡയഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തരാം. സി, ഇതാണ് നമ്മളുടെ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ ഔട്ടർ മോസ്റ്റ് ലെയർ എപ്പിഡെർമിസ്. ഇതും ഔട്ടർ മോസ്റ്റ് ലെയർ തന്നെയാണ്. ഇതിൽ അപ്പർ ലെയറിലുള്ള എപ്പിഡെർമിസ് ഏതാണ്? അഡാക്സിയൽ ആണ്. ഇതാണ് മക്കളെ അഡാക്സിയൽ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ലുക്ക് അറ്റ് ഹിയർ. അങ്ങനെയാണെങ്കിൽ താഴെയുള്ളത് ആരാണ്? അബാക്സിയൽ എപ്പിഡെർമിസ് ആണ്. ഡൈക്കോട്ടിൽ സ്റ്റൊമാറ്റ മേ ബി ആബ്സെൻറ്റ്. എവിടെ? അഡാക്സിയൽ. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്റ്റൊമാറ്റ കാണുന്നുണ്ടോ മക്കളെ? ഇല്ല. ഇവിടെ നോക്ക്, ഇവിടെ സ്റ്റോമ പ്രസൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഇൻ കമ്പാരിറ്റീവ് ടു അബാക്സിയൽ. അഡാക്സിയലും ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പം അഡാക്സിയലിൽ ചിലപ്പോൾ സ്റ്റൊമാറ്റ ആബ്സെൻ്റ് എന്നായിരിക്കും. അതവിടെ ക്ലിയർ ചെയ്തു ഡയഗ്രാം വെച്ചിട്ട്. ഇനി രണ്ടാമത് പറഞ്ഞത് നമ്മളുടെ പാരങ്കൈമനെ പറ്റിയിട്ടാണ്. മീസോഫിൽ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല. മീസോഫിൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളതുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. ഇനി ഇതിലെ സെൽസ് എങ്ങനെയാണ്? പാരങ്കൈമ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. പാലിസൈഡ് പാരങ്കൈമയുണ്ട്, സ്പോഞ്ചി പാരങ്കൈമയുണ്ട്. ഇതിലെ പാലിസൈഡ് പാരങ്കൈമ എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എവിടെ? അപ്പറിൽ. അഡാക്സിയലിൽ ഏത് ടൈപ്പ് പാരങ്കൈമയാണ്? പാലിസൈഡ് ആണോ സ്പോഞ്ചി ആണോ? ദാറ്റ് ഈസ് അഡാക്സിയലിൽ പാലിസൈഡ് ടൈപ്പ് ഓഫ് പാരങ്കൈമയാണ്. അങ്ങനത്തെ മീസോഫിലാണ് അഡാക്സിയൽ അപ്പർ സൈഡിലുള്ളത്. സോ അത് ഇലോങ്ങേറ്റഡ് ആയിട്ടാണ് ഉള്ളത്. ദാറ്റ് ഈസ് ഇതാണ് ഇലോങ്ങേറ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവരെങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്ക്. വേർട്ടിക്കലായിട്ടല്ലേ മക്കളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അത് ഇലോങ്ങേറ്റഡ് ആണ്, വേർട്ടിക്കലാണ് ആൻഡ് പാരലൽ ടു ഈച്ച് അതർ. അല്ലാതെ ഒന്ന് ഇങ്ങനെയും ഒന്ന് ഇങ്ങനെയും അല്ലല്ലോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാം ഇങ്ങനെ പാരലലായിട്ട് വേർട്ടിക്കലായിട്ടല്ലേ അറേഞ്ച് ചെയ്തേ. ക്ലിയർ ആയോ? എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ മക്കളെ? ക്ലിയർ ആയല്ലോ? ഇതിൽ ഇനി കൺഫ്യൂഷൻ പാടില്ല. അതിനെയാണ് ഞാൻ ഡയഗ്രാം വെച്ചിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അഡാക്സിയൽ ഏത് ടൈപ്പ് ഓഫ് പാരങ്കൈമയാണെന്ന് മനസ്സിലാക്കി. ദാറ്റ് ഈസ് പാലിസൈഡ്, ഇലോങ്ങേറ്റഡ് ആണ്. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അബാക്സിയലിനെ പറ്റി പറയണ്ടേ മക്കളെ? അബാക്സിയലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സി, അവിടെയുള്ളത് സ്പോഞ്ചി പാരങ്കൈമയായിരിക്കും. അബാക്സിയൽ എങ്ങനെയായിരിക്കും? സ്പോഞ്ചി പാരങ്കൈമയായിരിക്കും. അഡാക്സിയൽ പാലിസൈഡും അബാക്സിയൽ സ്പോഞ്ചി പാരങ്കൈമയാണ്. അത് ഓർത്ത് വയ്ക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. Okay, so the oval or round and loosely arranged, the oval or round and loosely arranged spongy parenchyma is situated below the palisade cells and extends to the lower epidermis. ഈ പാലിസൈഡ് സെൽസിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റുന്നുണ്ട് മക്കളെ? സ്പോഞ്ചി പാരങ്കൈമനെ കാണാൻ പറ്റുന്നുണ്ട്. സ്പോഞ്ചി മീസോഫിൽ സെൽസിനെ ഓവൽ ഷേപ്ഡ് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്ഡ് ലൂസ്ലി അറേഞ്ച്ഡ് ആണ്. ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇതങ്ങനെ ലൂസ്ലി അറേഞ്ച്ഡ് അല്ല പാലിസൈഡ്. എന്നാൽ സ്പോഞ്ചി പാരങ്കൈമ എന്ന് പറയുന്നത് ദേ ആർ ലൂസ്ലി അറേഞ്ച്ഡ്. ഓക്കെ, അവരെങ്ങനെയാണ്? ലൂസ്ലി അറേഞ്ച്ഡ് ആണ്. ക്ലിയർ ആയല്ലോ? അതാണ് സ്പോഞ്ചി പാരങ്കൈമ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് എക്സ്റ്റെൻസ് അപ് ടു ദ അബാക്സിയൽ എപ്പിഡെർമിസ്. അത് ലോവർ എപ്പിഡെർമിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അബാക്സിയൽ എപ്പിഡെർമിസ് ആണ്. ഇതാണ് നമ്മുടെ അബാക്സിയൽ എപ്പിഡെർമിസ്. സോ അവിടെ വരെ ആര് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സ്പോഞ്ചി മീസോഫിൽ സെൽസ് അല്ലെങ്കിൽ സ്പോഞ്ചി പാരങ്കൈമ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആയല്ലോ മക്കളെ? സോ there are numerous large spaces and air cavities between these cells. ഈ സെൽസിനടുക്ക്, അതായത് ഏത് സെൽസിനടുക്ക്? ലൂസ്ലി അറേഞ്ച് ചെയ്തിട്ടുള്ള സെൽസ് ഏതാ? സ്പോഞ്ചി പാരങ്കൈമ. ഈ സ്പോഞ്ചി പാരങ്കൈമയ്ക്കിടയ്ക്ക് എന്തുണ്ട്? എയർ ക്യാവിറ്റീസ് പ്രസൻ്റ് ആണ്. ആൻഡ് there are numerous large spaces also. അവിടെ എന്തുണ്ട്? ലാർജ് സ്പേസസ് ഉണ്ട്, എയർ ക്യാവിറ്റീസും പ്രസൻ്റ് ആണ്. നമുക്ക് ഡയഗ്രത്തിൽ തന്നെ നോക്കാം. ഓരോന്നും ഡയഗ്രാം നോക്കിയിട്ട് പഠിക്കാം. ഇവിടെ നിങ്ങൾക്ക് സ്പേസസ് കാണുന്നില്ലേ? ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നത്? സ്പേസസ് കാണാൻ പറ്റുന്നില്ലേ? ആൻഡ് ദിസ് ഇസ് ദ എയർ ക്യാവിറ്റി കാണാൻ പറ്റുന്നില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ലൂസ്ലി അറേഞ്ച് ചെയ്തിട്ടുള്ള സ്പോഞ്ചിക്ക് ഇടയിലാണ് നമുക്ക് ലാർജ് ന്യൂമറസ് സ്പേസസ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ക്യാവിറ്റീസും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സേ അബൌട്ട് ദ വാസ്കുലാർ സിസ്റ്റം. സി, വാസ്കുലാർ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? വാസ്കുലാർ സിസ്റ്റത്തിൽ വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടാവും.
ഉണ്ടാവില്ലേ? വാസ്കുലാർ സിസ്റ്റത്തിൽ വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടാവും. വാസ്കുലാർ ടിഷ്യൂവിൽ നമ്മൾ പറഞ്ഞു കോംപ്ലെക്സ് ടിഷ്യൂ ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ആ കോംപ്ലെക്സ് ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ വാസ്കുലാർ ടിഷ്യൂ ആണ്. ആൻഡ് ദാറ്റ് ഇസ് സൈലം ആൻഡ് ഫ്ലോയം. അത് നമ്മൾ പറഞ്ഞതാണല്ലോ, അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വാസ്കുലാർ സിസ്റ്റത്തിലെ വാസ്കുലാർ ബണ്ടിൽസിനെ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? വെയിൻസിലല്ലേ മക്കളെ കാണാൻ പറ്റുക. ഒരു ലീഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലീഫിൻ്റെ വാസ്കുലാർ ബണ്ടിൽസിന് നമുക്ക് വെയിൻസിലാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. സോ ഇറ്റ് ഈസ് സീൻ ഇൻ ദ വെയിൻസ് ആൻഡ് ദ മിഡ്രിബ്. വെയിൻസിലും അതേപോലെ തന്നെ മിഡ്രിബിലുമാണ് കാണാൻ പറ്റുന്നത്. ഒരു ലീഫ് എടുക്കുകയാണ് ഞാൻ, ഓക്കെ, ഇങ്ങനെ ഒരു ലീഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കുറേ വെയിൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ലീവ്സ് ഉണ്ട്, വട്ട് ഇറ്റ് മേ ബി, കുറേ വെയിൻസ് ഉണ്ടാകും, അതുപോലെ തന്നെ മിഡ്രിബ് ഒക്കെ ഉണ്ടാകും. ഈ വെയിൻസിലും മിഡ്രിബിലുമാണ് മക്കളെ ഇവരുടെ ആരെ കാണാം? വാസ്കുലാർ ബണ്ടിൽസിനെ കാണാം. ക്ലിയർ ആയോ? എവിടെയാണ് ഒരു ലീഫിൽ വാസ്കുലാർ ബണ്ടിൽസിനെ കാണാൻ? ഇനി ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? അതിൻ്റെ വെയിൻസിലും മിഡ്രിബ്സിലൊക്കെയാണ് കാണുക. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഈ പറയുന്ന വാസ്കുലാർ ബണ്ടിൽസിന് എല്ലാവർക്കും ഒരേ സൈസാണോ ഉണ്ടാവുക? അങ്ങനെയാണോ? എല്ലാവർക്കും ഒരേ സൈസ്? എല്ലാ ലീഫിനും എല്ലാ ടൈപ്പ് ഓഫ് ലീഫിൻ്റെയും വാസ്കുലാർ ബണ്ടിൽസ് ഒരേ സൈസിലാണോ ഉണ്ടാവുക? അല്ല. The size of the vascular bundles are dependent on the size of the veins. Vascular bundlesൻ്റെ സൈസ് വെയിൻസിൻ്റെ സൈസിന് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. എല്ലാ ലീഫിൻ്റെയും വെയിൻസ് ഒരേ സൈസാണോ? ഒരിക്കലും അല്ല. ഓരോന്നും ഡിഫറെൻറ്റ് സൈസിലാണ് ഉള്ളത്. സോ നമുക്കറിയാൻ പറ്റണം ഓരോ വെയിൻസിൻ്റെയും സൈസ് അനുസരിച്ചിട്ട് അതിൽ വാസ്കുലാർ ബണ്ടിൽസിൻ്റെയും സൈസ് ഡിഫറെൻ്റ് ആണ്. ക്ലിയർ ആയോ? എങ്ങനെയാണ് സൈസ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ് വേരി ചെയ്യുന്നതെന്ന് മനസ്സിലായോ? വെയിൻസിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ സൈസും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? സോ ദ വെയിൻസ് വാരി ഇൻ തിക്നെസ് ഇൻ ദ റെറ്റിക്കുലേറ്റ് വീനേഷൻ ഓഫ് ഡൈക്കോട്ട് ലീവ്സ്. ഡൈക്കോട്ട് ലീവ്സിൽ പാരലൽ വീനേഷൻ ആണോ റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണോ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? മോർഫോളജിയിൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു വീനേഷൻ മക്കളെ? ഒന്ന് പെട്ടെന്ന് ആലോചിച്ച് നോക്കിയേ. മോർഫോളജി പഠിച്ചവരല്ലേ നമ്മൾ? എന്തായിരുന്നു വീനേഷൻ? വീനേഷൻ എന്ന് വെച്ചാൽ വെയിൻസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഒരു ലീഫിലെ വെയിൻസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് എന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ പാരലൽ വീനേഷൻ ആണോ അല്ലെങ്കിൽ റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണോ എന്ന് പറയാം. ഇതിൽ റെറ്റിക്കുലേറ്റ് വീനേഷൻ കാണിക്കുന്നവർ ആരായിരുന്നു? ഡൈക്കോട്ട് ലീവ്സ് ആയിരുന്നു. മോസ്റ്റ്ലി ഡൈക്കോട്ട് ലീവ്സിനായിരുന്നു ഈ പറയുന്ന റെറ്റിക്കുലേറ്റ് വീനേഷൻ കാണിക്കുന്നത്. മോണോക്കോട്ട് ലീവ്സോ അവർ പാരലൽ വീനേഷൻ ആയിരുന്നു കാണിച്ചിരുന്നത്. ഓർക്കുന്നില്ലേ? സോ അതാണ് ഇവിടെ പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചു തീർന്നതാണ്. ദാറ്റ് ഈസ് the veins vary in thickness in reticulate venation of dicot leaves. Dicot leavesന്റെ reticulate venation ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന വെയിൻസിൻ്റെ സൈസ് വേരി ചെയ്യും. ഈ വെയിൻസിൻ്റെ സൈസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വാസ്കുലാർ ബണ്ടിൽസിൻ്റെ സൈസും വേരി ചെയ്യും. ക്ലിയർ ആയോ? വാസ്കുലാർ ബണ്ടിൽസിൻ്റെ സൈസും വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സെറ്റ് അല്ലേ മക്കളെ? സോ ദ വാസ്കുലാർ ബണ്ടിൽസ് ആർ സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് തിക്ക് വാൾഡ് ബണ്ടിൽ ഷീറ്റ് സെൽസ്. ഈ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ചുറ്റും എന്തുണ്ട്? ഒരു തിക്ക് ലെയർഡ് ബണ്ടിൽ ഷീറ്റ് സെൽസ് ഉണ്ട്. ക്ലിയർ അല്ലേ? സോ ഇവിടെ നമ്മൾക്ക് ഇതാണ് നമ്മളുടെ ഡൈക്കോട്ട് ലീഫ് അല്ലെങ്കിൽ ഡോർസി വെൻട്രൽ ലീഫ് എന്ന് പറയുന്നത്. ആ പേര് അങ്ങനെ തന്നെ പഠിക്കണം. ഡൈക്കോട്ട് ലീഫ് മാത്രമല്ല എക്സാമിന് തരാം. മിക്കപ്പോഴും ഡൈക്കോട്ട് ലീഫ് നല്ല എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഐസോ ബൈലാറ്ററൽ ലീഫാണ് മോണോക്കോട്ടും ചോദിക്കുക. ഡൈക്കോട്ടിനാണെങ്കിൽ ഡോർസി വെൻട്രൽ ലീഫ് എന്നാണ് ചോദിക്കുക. അതെന്തിനാ? എന്നാലും നമുക്കൊന്നും കൂടെ കൺഫ്യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ കൺഫ്യൂഷൻ മാറ്റാനുള്ളൊരു മാർഗ്ഗം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. ദാറ്റ് ഈസ് DD എന്ന് ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് ഡൈക്കോട്ടിന് ഡോർസി വെൻട്രൽ. അങ്ങനെയാണെങ്കിൽ മോണോക്കോട്ട് ഐസോ ബൈലാറ്ററൽ അല്ലേ? അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക. ക്ലിയർ? സോ ഇവിടെ നോക്കാം മക്കളെ, നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഡയഗ്രാം ഒന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, സോ ദിസ് ഈസ് ദ അഡാക്സിയൽ എപ്പിഡെർമിസ്, ഔട്ടർമോസ്റ്റ് എപ്പിഡെർമിസ്. അഡാക്സിയൽ എപ്പിഡെർമിസിൻ്റെ പ്രത്യേകത അവിടെ സ്റ്റൊമാറ്റ പ്രസൻറ്റോ ആബ്സെൻറ്റോ ആവാം. എന്തൊക്കെയാണെങ്കിലും അഡാക്സിയലിനെക്കാട്ടിലും കൂടുതൽ സ്റ്റൊമാറ്റ ആർക്ക് വരും? അബാക്സിയലിന് വരും. അതിവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റോമ പ്രസൻ്റ് ആണ്. അടുത്ത താഴോട്ടിറങ്ങുമ്പം അവരുടെ മീസോഫിൽ ഇറ്റ് മേ ബി പാലിസൈഡ് ആവാം, സ്പോഞ്ചി ആവാം. അഡാക്സിയലിൻ്റെ അവിടെയുള്ള മീസോഫിൽ എന്ന് പറയുന്നത് പാലിസൈഡ് ആണ്, ഇലോങ്ങേറ്റഡ് ആണ്. അടുത്തടുത്താണ് നിൽക്കുന്നത്. പാരലലി അറേഞ്ച്ഡ് ആണ്, വേർട്ടിക്കലി അറേഞ്ച്ഡ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? ഇനി താഴെ അബാക്സിയലിൻ്റെ അടുത്തുള്ളതോ സ്പോഞ്ചി പാരങ്കൈമയാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? ലൂസ്ലി അറേഞ്ച്ഡ് ആണ്. എന്ന് വെച്ചാൽ ലൂസായിട്ട് നിൽക്കുകയാണല്ലോ, അവർ ഭയങ്കര ടൈറ്റ്ഫുൾ ആയിട്ടല്ല നിൽക്കുന്നത്. ദേ ആർ ലൂസ്ലി അറേഞ്ച്ഡ്. അപ്പോൾ തന്നെ ആലോചിക്കുക, അവിടെ കുറേ സ്പേസസ് ഉണ്ടാവും. ആ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എയർ ക്യാവിറ്റി പ്രസൻ്റ് ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഒന്നിൽ നിന്ന് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ക്ലിയർ? ദെൻ ലുക്ക് അറ്റ് ദിസ് മക്കളെ. സി, ഇതാണ് നമ്മളുടെ
സൈലം ആൻഡ് ഫ്ലോയം നിൽക്കുന്നത്. ഇത് വാസ്കുലാർ ബണ്ടിൽസ്, ഇതാണല്ലോ വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത്. ഈ വാസ്കുലാർ ബണ്ടിൽസിന് ചുറ്റും എന്തുണ്ട്? ഒരു ഷീത്ത് ഉണ്ട്. ഏതാണ് ആ ഷീത്ത്? ബണ്ടിൽ ഷീത്ത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ പഠിക്കാനുള്ളത്. ദിസ് ഇസ് എ സബ് സ്റ്റൊമാറ്റൽ ക്യാവിറ്റി. ഇത് സ്റ്റോമയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള ഈ ക്യാവിറ്റീനെ നമ്മൾ എന്താ വിളിക്കുക? സബ് സ്റ്റൊമാറ്റൽ ക്യാവിറ്റി. ഡയഗ്രാം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത്രയാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളൂ? നമ്മളുടെ ഡൈക്കോട്ട് അല്ലെങ്കിൽ ഡോർസി വെൻട്രൽ ലീഫിൽ പഠിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി മോണോകോട്ട് ലീഫ് അല്ലെങ്കിൽ ഐസോബൈലാറ്ററൽ ലീഫ് പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എന്താ? എപ്പോഴും ഞാൻ പറയുന്ന പോലെ കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. അതിലില്ലാത്തത് എന്തൊക്കെയാണ് ഇതിലുള്ളത്? രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? അത് ഓർത്ത് വെച്ച് പഠിക്കുക. ക്ലിയർ? സോ isobilateral or monocotyledonous leaf. See, the anatomy of isobilateral leaf is similar to that of dorsiventral leaf in many ways. It shows the following characteristic differences. In an isobilateral leaf, the stomata are present on both the surface. The first important difference between isobilateral leaf and dorsiventral leaf. Dorsiventral leafil stomata എന്ന് പറയുന്നത് എവിടെ മാത്രമാണ് ഉണ്ടായിരുന്നത്? അബാക്സിയലിലായിരുന്നു കമ്പാരിറ്റീവ്ലി കൂടുതൽ ഉണ്ടായിരുന്നത്. എഡാക്സിയൽ ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഇവർക്ക് അങ്ങനെയല്ല. ഐസോബൈലാറ്ററലിൻ്റെ കേസിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തും രണ്ട് സർഫേസിലും വെദർ ഇറ്റ് ഈസ് അബാക്സിയൽ ആയിക്കോട്ടെ എഡാക്സിയൽ ആയിക്കോട്ടെ ബോത്ത് സർഫേസ് മസ്റ്റ് കണ്ടെയ്ൻ വാട്ട്? സ്റ്റൊമാറ്റ. രണ്ടുപേർക്കും എന്തുണ്ടാവും? സ്റ്റൊമാറ്റ പ്രസന്റ് ആയിരിക്കും. അതാണ് നമ്മളെ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതാണ് മെയിൻ ക്യാര എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ആൻഡ് ദ മീസോഫിൽ ഇസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരങ്കൈമ. നിങ്ങൾ ഡൈക്കോട്ട് പഠിച്ച സമയത്ത് അല്ലെങ്കിൽ ഡോർസി വെൻട്രൽ, ഞാൻ ഇതിങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഡൈക്കോട്ട് എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഡോർസി വെൻട്രൽ ലീഫ് എന്നും കൂടെ പറയുന്നത്. ഓക്കെ, ഈ ഡോർസി വെൻട്രൽ അല്ലെങ്കിൽ ഡൈക്കോട്ട് ലീഫിൽ നമ്മൾ പറഞ്ഞു അഡാക്സിയലിൻ്റെ അടുത്തുള്ള എപ്പിഡെർമിസ് എന്ന് പറയുന്നത് അവിടുത്തെ മീസോഫിൽ സെൽസ് എങ്ങനെയാണ്? പാലിസൈഡ് പാരങ്കൈമ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അബാക്സിയലിൻ്റെ സൈഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് വെച്ചിട്ടാണ്? സ്പോഞ്ചി പാരങ്കൈമ വെച്ചിട്ടാണ്. സ്പോഞ്ചി പാരങ്കൈമ മീസോഫിൽ സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അവിടെ അങ്ങനെ രണ്ട് ഡിഫറൻസിയേഷൻ വന്നു. അതായത് മീസോഫിൽ സെൽസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ അവരുണ്ടാക്കിയിരിക്കുന്നത് പാരങ്കൈമ സെൽസ് വെച്ചിട്ടാണ്. ആ പാരങ്കൈമ രണ്ട് ടൈപ്പ് ഉണ്ട്, പാലിസൈഡും സ്പോഞ്ചിയും. എന്നാൽ ഇവിടെ ഐസോബൈലാറ്ററൽ ലീഫ് അല്ലെങ്കിൽ മോണോകോട്ട് ലീഫ് എന്ന് പറയുന്നിടത്ത് നമുക്കിങ്ങനെ പാലിസൈഡ് സ്പോഞ്ചി ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് രണ്ട് ടൈപ്പ് ഓഫ് പാരങ്കൈമ സെൽസ് ഒന്നും ഇല്ല. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ക്ലിയർ ആണോ? അവിടെ ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് പാരങ്കൈമ സെൽസ് മാത്രമേ കാണുന്നുള്ളൂ. ദാറ്റ് ഈസ് the mesophil is not differentiated into palisade and spongy parenchyma. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ തൊട്ട് മേലത്തെ ഡയഗ്രത്തിൽ നമുക്ക് പാലിസൈഡ് പാരങ്കൈമയാണ് ഇവിടെ മേലെ ഉള്ളത്, താഴെയുള്ളത് സ്പോഞ്ചി മീസോഫിൽ പാരങ്കൈമയാണ്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് മക്കളെ. ഇവിടെ അങ്ങനെ ഒരു ഭാഗത്ത് സ്പോഞ്ചി പാരങ്കൈമ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് പാലിസൈഡ് പാരങ്കൈമ അങ്ങനെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ആസ് പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരങ്കൈമ. ക്ലിയർ ആണല്ലോ? ആൻഡ് ഇൻ ഗ്രാസസ്, ഗ്രാസ് ആണല്ലോ മോണോകോട്ടിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നേരത്തെ നമ്മളൊരു ഗ്രാസിൻ്റെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? ഈ ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിൽ, കഴിഞ്ഞ ക്ലാസ്സിലല്ല അതിന് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഓർത്ത് നോക്ക് മക്കള്. എന്തായിരുന്നു മക്കളെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്? ഗ്രാസിൽ എന്തോ ഉണ്ട്, അതിന് മാത്രം ഷേപ്പ്, ഗ്രാസിലെ ആ ഒരു സംഭവത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്, ബാക്കിയുള്ളവർക്ക് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്തോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഒരു ഹിന്റ് തരാം. ഗോഡ് സെൽസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഗോഡ് സെൽസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക. ഓക്കെ, നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? സി, ഗോഡ് സെൽസ് ബാക്കിയുള്ള പ്ലാന്റ്സിന് എങ്ങനത്തെ ഷേപ്പാന്നാ പറഞ്ഞത്? ബീൻ ഷേപ്ഡ് ആണെന്നും ഗ്രാസിന് അത് ഡംബെൽ ഷേപ്ഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാലോ. ഞാനത് വരച്ച് കാണിച്ചു തന്നിട്ടില്ലായിരുന്നു മക്കളെ നിങ്ങൾക്ക്? എവിടെയാണ് നമ്മളുടെ ഗോഡ് സെൽസ്? സി, ദിസ് ഇസ് ഗോഡ് സെൽ വിത്ത് എ ബീൻ ഷേപ്ഡ് സ്ട്രക്ചർ ആൻഡ് ദിസ് ഇസ് ഓഫ് ഡംബൽ ഷേപ്ഡ് സ്ട്രക്ചർ. ആൻഡ് ഈ ഡംബൽ ഷേപ്ഡ് സ്ട്രക്ചർ എവിടെയാണ്, ആർക്കാണ് കാണുന്നത്? സോ ഇൻ ഗ്രാസസ് ദ ഗോഡ് സെൽസ് ആർ ഡംബൽ ഷേപ്ഡ്. ഓർക്കുന്നില്ലേ? ദേ ആർ ഡംബൽ ഷേപ്ഡ്. ഓർക്കുന്നില്ലേ മക്കളെ? സോ അതാ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഗ്രാസ് എന്ന് കേട്ടാൽ അപ്പോൾ ഓർക്കണം, ആ ഗോഡ് സെൽ ഗ്രാസിൽ ഏത് ടൈപ്പ് ആയിരുന്നു?
അങ്ങനെയൊക്കെ റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോഴേ നമ്മുടെ റിവിഷൻ പ്രോസസ്സൊക്കെ കറക്റ്റ്ലി നടക്കുകയുള്ളൂ. സോ നമ്മൾ ഗ്രാസിലെ ഗോഡ് സെൽസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗ്രാസ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ കാരണം ഇതൊരു മോണോകോട്ട് പ്ലാന്റ് ആണ്. സോ ഗ്രാസിൽ അബാക്സിയൽ അല്ലെങ്കിൽ അഡാക്സിയൽ എപ്പിഡെർമിൽ ഈ അഡാക്സിയൽ എപ്പിഡെർമൽ സെൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അലോങ് ദ വെയിൻസിലൂടെ തന്നെ അത് മോഡിഫൈ ചെയ്യും, സ്വയം അവർ മോഡിഫൈ ചെയ്യും. എങ്ങനെ? ഇൻ ടു ലാർജ് empty colorless cells, certain adaxial epidermal cells. ഓർത്ത് വയ്ക്കുക, ഗ്രാസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മോണോകോട്ട് ലീഫിൻ്റെ കേസിൽ ഗ്രാസിൽ ഈ അഡാക്സിയൽ എപ്പിഡെർമിസ് ഉണ്ടല്ലോ, അഡാക്സിയൽ എന്ന് വെച്ചാൽ മേലെയുള്ളവർ, ആ മേലെയുള്ള എപ്പിഡെർമൽ സെൽസ് എന്ത് ചെയ്യും? ആ വെയിൻസിലൂടെ തന്നെ മോഡിഫിക്കേഷൻ നടത്തും. മോഡിഫിക്കേഷൻ നടത്തിയിട്ട് അവർ ലാർജ് സെൽസ് ആയിട്ട് മാറും. ആ ലാർജ് സെൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ എംറ്റി ആയിരിക്കും, അതുപോലെ തന്നെ കളർലെസ് ആയിരിക്കും. ദേ ആർ എംറ്റി കളർലെസ് ലാർജ് സെൽസ് ആണ്. ആൻഡ് അവരെ വിളിക്കുന്ന പേരാണ് മക്കളെ ബുള്ളിഫോം സെൽസ്. അവരെ വിളിക്കുന്ന പേരെന്താണ്? ബുള്ളിഫോം സെൽസ്. ക്ലിയർ ആയോ? എന്താണ് ബുള്ളിഫോം സെൽസ് എന്ന് പറഞ്ഞാൽ? ദേ ആർ ദ ലാർജ് empty and colorless cells. ലാർജ് empty colorless സെൽസ് ആണ് ബുള്ളിഫോം സെൽസ് എന്ന് പറയുന്നത്. ഇവരെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഗ്രാസിൻ്റെയൊക്കെ കേസിൽ അഡാക്സിയൽ എപ്പിഡെർമിസ് ഉണ്ട്. ഈ അഡാക്സിയൽ എപ്പിഡെർമിസ് അലോങ് ദ വെയിൻ അവർ മോഡിഫിക്കേഷൻ നടത്തും. ക്ലിയർ ആയോ? അലോങ് ദ വെയിൻ അവരെന്ത് ചെയ്യും? they themselves modify. ഓക്കെ, അവർ സ്വയം മോഡിഫിക്കേഷൻ നടത്തിയിട്ട് ലാർജ് കളർലെസ് empty സെൽസ് ആയിട്ട് മാറും. ഇങ്ങനെ ലാർജ് കളർലെസ് empty സെൽസ് ആയിട്ട് മാറിയിട്ടുള്ള ആ സെൽസിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ബുള്ളിഫോം സെൽസ്. എന്താണ് ആ സെൽസിനെ വിളിക്കുന്ന പേര്? ബുള്ളിഫോം സെൽസ്. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? എന്താണ് ബുള്ളിഫോം സെൽസ് എന്ന് ചോദിച്ചാൽ ഇനി ആകെ ബുദ്ധിമുട്ടാവോ? എക്സാം പേപ്പറിൽ ബുള്ളിഫോം സെൽസ് എന്ന് കണ്ടാൽ ഭയങ്കര എന്തോ ഞാൻ ഇതുവരെ കേൾക്കാത്ത സംഭവം എന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതിൽ കൺഫ്യൂഷനൊന്നും വേണ്ട. ഈ പറയുന്ന ഗ്രാസ് എന്ന് പറയുന്ന ഒരു മോണോകോട്ട് പ്ലാന്റ് ആണല്ലോ. ഈ ഗ്രാസിൽ വെയിൻസിലൂടെ അഡാക്സിയൽ എപ്പിഡെർമിസിന് വെയിൻസിലൂടെ തന്നെ അവർ സ്വയം മോഡിഫിക്കേഷൻ കൊടുക്കും. എങ്ങനെ? എംറ്റി കളർലെസ് ലാർജ് ആയിട്ടുള്ള ഒരു സെല്ലാക്കിയിട്ട് മാറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് ബുള്ളിഫോം സെൽസ്. എന്താണ് അതിനെ വിളിക്കുന്ന പേര്? ബുള്ളിഫോം cells. When the bulliform cells in the leaves have absorbed water and become turgid. ഈ bulliform cells empty ആണ്, കളർലെസ് ആണ്. ഓക്കെ അല്ലേ? എംറ്റി ആണെന്ന് പറഞ്ഞല്ലോ. ഇവരെന്ത് ചെയ്യും? വാട്ടർ അബ്സോർബ് ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഇംബൈബിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അറിയുമെന്ന് അറിഞ്ഞൂടാ? വേണ്ട, നിങ്ങൾ ചുമ്മാ ഒരു വാട്ടർ ബലൂൺ എടുത്തു. ഓക്കെ, ആ വാട്ടർ ബലൂൺ നിങ്ങൾ എടുക്കുമ്പം ഇറ്റ് ഈസ് ലൈക്ക് ഒന്നുമില്ല, അത് എംറ്റി ആണ്. നിങ്ങൾ അതിലോട്ട് എന്ത് ചെയ്യാണ്? വെള്ളം കയറ്റുവാണ്. ഓക്കെ, അതിലോട്ട് നിങ്ങൾ വാട്ടർ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് അബ്സോർബ്സ് ദ വാട്ടർ, റൈറ്റ്? അപ്പോൾ അതെന്തായി മാറും? വീർക്കില്ലേ? സോ അങ്ങനെ ആലോചിക്കുക. ഇവിടെ ഈ ബുള്ളിഫോം സെൽസ് എന്തായിരുന്നു? ആദ്യം എംറ്റി ആണ്, പക്ഷേ ലാർജാണ്, അതിൻ്റെ അകത്തൊന്നുമില്ല. ഇവർ വാട്ടർ അബ്സോർബ് ചെയ്യും. ഇവർ വാട്ടർ അങ്ങോട്ട് അബ്സോർബ് ചെയ്താൽ അവരെന്തായി മാറും? ടേർജിഡായിട്ട് മാറും. എന്തായി മാറും മക്കളെ? ടേർജിഡായിട്ട് മാറും. ക്ലിയർ ആയോ? എന്ന് വെച്ചാൽ വീർക്കും. അദ്ദേഹം പറഞ്ഞ വാട്ടർ ബലൂൺ ആലോചിക്കുകയാണ്. ഈ ബുള്ളിഫോം സെൽസ് ലാർജ് ആൻഡ് എംറ്റി ആണ്, സ്ഥലമുണ്ട്, അവർ വാട്ടർ അബ്സോർബ് ചെയ്യും. വാട്ടർ അബ്സോർബ് ചെയ്യുമ്പം ഇവർ ടേർജിഡ് ആകും. ആൻഡ് ദ ലീഫ് സർഫസ് ഈസ് എക്സ്പോസ്ഡ്. അപ്പോൾ ലീഫ് സർഫസ് എന്ത് ചെയ്യും? എക്സ്പോസ് ചെയ്യും. ഏത് ലീഫ് സർഫസ് എക്സ്പോസ് ചെയ്യുക? അഡാക്സിയൽ സർഫസ് അല്ലേ? കാരണം അഡാക്സിയൽ സൈഡിലല്ലേ ഈ പറയുന്ന ബുള്ളിഫോം സെൽസ് വരുന്നത്. ഇവിടുത്തെ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ അഡാക്സിയൽ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന അഡാക്സിയൽ എപ്പിഡെർമിസിൽ ഇവരുടെ വെയിൻസിലൂടെയാണ് മോഡിഫിക്കേഷൻ നടത്തുക. അങ്ങനെയാണ് ഈ പറയുന്ന നമ്മളുടെ വെയിൻസിൽ ഈ അഡാക്സിയൽ എപ്പിഡെർമൽ സെൽസ് വെയിൻസിലൂടെ മോഡിഫിക്കേഷൻ നടന്നിട്ടാണ് ഈ പറയുന്ന സെൽസ് ഉണ്ടാകുന്നത്, ബുള്ളിഫോം സെൽസ്. സോ അവിടെ എന്ത് ചെയ്യും? ആ ലീഫ് സർഫസ് അങ്ങോട്ട് എക്സ്പോസ് ചെയ്യും. ക്ലിയർ ആയോ മക്കളെ? എന്താണ് ബുള്ളിഫോം സെൽസ്? അവരെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അവരുടെ എന്താണ് ചെയ്യുന്നത്? അവർ വാട്ടർ അബ്സോർബ് ചെയ്താൽ ടർജിഡ് ആവുകയാണോ ചെയ്യുക? ഷ്രിങ്ക് ചെയ്യുകയാണോ ചെയ്യുക? ടേർജിഡ് ആവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ വെൻ ദേ ആർ ഫ്ലാസിഡ് ഡ്യൂ ടു വാട്ടർ സ്ട്രെസ്. ഇനി വാട്ടർ കിട്ടാത്തൊരവസ്ഥ വരികയാണ്, വാട്ടർ സ്ട്രെസ്, അതല്ലേ ആ ഒരു കണ്ടീഷനെ നമ്മൾ പറയാം. അങ്ങനെ ആവുന്ന സമയത്ത് അവരെന്തായി മാറും? ദേ ബിക്കം ഫ്ലാസിഡ്. അവരെന്തായി മാറും? ഫ്ലാസിഡ് ആയിട്ട് മാറും. ടേർജിഡ് ആൻഡ് ഫ്ലാസിഡ് ഓർത്ത് വയ്ക്കുക. വാട്ടർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ടേർജിഡ് ആയിട്ട് മാറും. വാട്ടർ കിട്ടാത്തൊരവസ്ഥ, വാട്ടർ സ്ട്രെസ് കോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് ഫ്ലാസിഡ് ഡ്യൂ ടു ദ വാട്ടർ സ്ട്രെസ്. ആൻഡ് ദേ മേക്ക് ദ ലീവ്സ് കേൾ ഇൻവാർഡ്സ്. ആ സമയത്താണ് നമ്മളുടെ ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ടു പോകുന്നൊരവസ്ഥ വരില്ലേ? ചില പ്ലാന്റ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പല പല കണ്ടീഷൻസ് ഉണ്ട്. യെല്ലോയിങ് ഓഫ് ലീഫ് ഉണ്ട്, കേളിങ് ഓഫ് ലീഫ് ഉണ്ട്. സോ ഈ ഒരു ബുള്ളിഫോം സെൽസിൻ്റെ ഈ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അവിടെ ലീവ്സ് എന്ത് ചെയ്യും? കേൾ ചെയ്യും. ലീവ്സ് കേൾസ്
ഇൻവേർട്ട് ടു മിനിമൈസ് ദ വാട്ടർ ലോസ്. മാക്സിമം വാട്ടർ ലോസ്, ഓൾറെഡി വാട്ടർ സ്ട്രെസ്സാണ്, വെള്ളം കിട്ടുന്നില്ല. അപ്പം ഇവർക്ക് ആ ഒരു ഫ്ലാസിഡ് കണ്ടീഷനിലാണ് ഇവർ ഓൾറെഡി നിൽക്കുന്നത്. ഇനി വീണ്ടും വാട്ടർ ലോസ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? കേൾ ചെയ്യും. കേൾ ചെയ്യുന്നത് വഴി എന്ത് കുറക്കാൻ പറ്റും? വാട്ടർ ലോസ് കുറക്കാൻ പറ്റും. അപ്പം കേൾ ചെയ്യുന്നത് വഴി എങ്ങനെ മിസ് വാട്ടർ ലോസ് കുറക്കാൻ പറ്റണം? അത് ഇതെന്താ ബന്ധം എന്ന് വെച്ചാൽ മക്കളെ, ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെ നടക്കുക? ഈ ലീഫ് ഇങ്ങനെ നിൽക്കുമ്പം അതുവഴിയല്ലേ ട്രാൻസ്പിരേഷൻ പ്രോസസ്സ് നടക്കുന്നത്? എൻ്റെ ഓപ്പണിംഗ് പോർസ് വഴിയല്ലേ ട്രാൻസ്പിരേഷൻ കുറക്കുന്നത്? അപ്പോൾ അത് കുറക്കാൻ, അതുവഴി വാട്ടർ ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കേൾ ചെയ്യുന്നത്. ക്ലിയർ ആയോ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്? കത്തിയോ മക്കളെ? സോ മോണോകോട്ട് ലീഫിൽ അടുത്ത ഞാൻ പറയുന്നത് ഡൈക്കോട്ട് ലീഫ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പം അവിടുത്തെ വീനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? റെട്ടിക്കുലേറ്റ് വീനേഷൻ ആണ് നമ്മൾ പറഞ്ഞു. അതേപോലെ മോണോകോട്ട് ലീഫിൽ മാക്സിമലി കാണിക്കുന്നത് ഏതാണ്? ദാറ്റ് ഈസ് പാരലൽ വീനേഷൻ ആണ്. സോ ഈ പാരലൽ വീനേഷൻ ദാറ്റ് ഈസ് ഇൻ മോണോകോട്ട് ലീഫ്സ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ നിയർ സിമിലർ സൈസസ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ്. ഇവിടെ ഈ ഒരു വീനേഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഈ ഒരു പാരലൽ വീനേഷൻ ഏകദേശം വാസ്കുലർ ബണ്ടിൽസിന് സിമിലർ ആയിട്ട് തന്നെയാണ്. ആ ഒരു സൈസിന് സിമിലർ ആയിട്ട് തന്നെയാണ്. റെട്ടിക്കുലേറ്റ് വീനേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വേരി ചെയ്യും വെയിൻസിൻ്റെ സൈസ് അനുസരിച്ചിട്ട്. അതിനനുസരിച്ചിട്ട് അപ്പോൾ വാസ്കുലർ ബണ്ടിൽസിൻ്റെയും സൈസ് വേരി ചെയ്യുമെന്ന്. സോ ഹിയർ ദേ സേസ് ദാറ്റ് ദ പാരലൽ വീനേഷൻ ഇൻ മോണോകോട്ട് ലീവ്സ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ നിയർ സിമിലർ സൈസസ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ്. വാസ്കുലർ ബണ്ടിൽസിൻ്റെ സിമിലർ സൈസ് ആയിട്ട് തന്നെയായിരിക്കും ഈ പറയുന്ന പാരലൽ വീനേഷൻ്റെ സൈസും വരുന്നത്. ഓക്കെ, എക്സെപ്റ്റ് ഇൻ ദ മെയിൻ വെയിൻസ് ആസ് സീൻ ഇൻ വെർട്ടിക്കൽ സെക്ഷൻസ് ഓഫ് ദ ലീവ്സ്. നമ്മൾ അതിൻ്റെ മെയിൻ വെയിൻ എന്ന് പറയുമ്പോൾ ഏതാണ്? മിഡ്രിബിൾ അല്ലാണ്ട് മറ്റത് ഏകദേശമൊക്കെ നമ്മുടെ വാസ്കുലർ ബണ്ടിൽസിൻ്റെ സിമിലർ സൈസിൽ തന്നെയാണ് വരിക. അത് നമുക്കിവിടെ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് നമ്മളുടെ സൈലം. ഓക്കെ, ഇങ്ങനെ സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട്. സോ ഇവിടെയൊക്കെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അവരുടെ മെയിൻ വെയിൻ അല്ല, അവരുടെ ബാക്കിയുള്ള വെയിൻസ് ഉണ്ടല്ലോ, ആ വെയിൻസിൻ്റെ സൈസിന് ഏകദേശം സിമിലർ ആയിട്ടായിരിക്കും വരിക. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? ഇത്രയാണ് നമുക്ക് മോണോകോട്ടിൽ പഠിക്കാനുള്ളത്. വെരി ഈസി. ഓക്കെ, കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി മക്കൾ. അതായത് സ്റ്റെം, റൂട്ട്, ലീഫ്. അതിലാദ്യം നമ്മൾ പഠിച്ചത് എന്തിനെ പറ്റിയിട്ടാണ്? റൂട്ടിനെ പറ്റിയിട്ടാണ്. ദെൻ സ്റ്റെം, ദെൻ ലീഫ്. ഇത് ഈ ഒരു ഓർഡറിൽ തന്നെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ചില കാര്യങ്ങൾ നമുക്ക് ഓർഡർ തെറ്റിയാൽ മൊത്തത്തിൽ മാറും. അയ്യോ അതില്ലല്ലോ ഞാൻ ആദ്യം പഠിച്ച, ആദ്യം പഠിച്ച ഭാഗത്ത് ഞാൻ അവിടെ ഇങ്ങനെയാണ് പഠിച്ചത്, അവിടെ ലെയേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. റൂട്ടിനാണ് ആക്ച്വലി കോർട്ടിക്കൽ ലെയേഴ്സ് ഇല്ലാത്തത്, പക്ഷേ അത് ഫസ്റ്റ് പഠിച്ചത് സ്റ്റെമ്മാണ് നെങ്ങാൻ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നാൽ തീർന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഈ RS ഓർത്ത് വയ്ക്കുക. ലീഫിൻ്റെ സീനില്ല, ലീഫിൻ്റെ നിങ്ങൾക്ക് മാറിപ്പോവില്ല, റൂട്ടും സ്റ്റെമ്മും ആണ് മാറിപ്പോവുക. അപ്പം PQRS അല്ലേ ആൽഫബറ്റിക്കൽ ഓർഡർ. ഞാൻ എപ്പോഴും പറയലുണ്ട്, എനിക്ക് പേഴ്സണലി ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളത്. LMNO PQRS എന്നല്ലേ. സോ ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് റൂട്ടിനെ പറ്റിയിട്ടാണ്. ദെൻ ആണ് നമ്മൾ സ്റ്റെമ്മിനെ പറ്റി പഠിച്ചത്. ലീഫിനെ ഞാൻ ഇതിൽ കൂട്ടിയിട്ടേ ഇല്ല കേട്ടോ. ലീഫിനെ കൂട്ടുകയാണെങ്കിൽ എല്ലാം ലാസ്റ്റ് വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ലീഫ് നമുക്ക് എന്തായാലും മാറില്ല. കാരണം ഇൻ ബിറ്റ്വീൻ ലീഫുകൾ തമ്മിലുള്ള കമ്പാരിസണേ ഇവിടെ പഠിക്കുന്നുള്ളൂ. അല്ലാതെ റൂട്ടും സ്റ്റെമ്മും തമ്മിൽ എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉള്ളതുപോലെ ലീഫും ഓരും തമ്മിൽ പ്രത്യേകിച്ച് സിമിലാരിറ്റീസ് ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ ഈ പഠിച്ചതിൽ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. സോ റൂട്ടും സ്റ്റെമ്മും ആണ് മാറുക. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിച്ച എന്തിനെ പറ്റിയിട്ടാണ് മക്കളെ? റൂട്ടിനെ പറ്റിയിട്ടാണ്. അത് PQRS ആ ഒരു ഓർഡറിൽ, ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഫസ്റ്റ് R ആണ്, പിന്നെ S ആണ്. ആദ്യം നമ്മൾ പഠിച്ച റൂട്ടിനെ പറ്റിയിട്ടാണ്, പിന്നീട് പഠിച്ചത് സ്റ്റെമ്മിനെ പറ്റിയിട്ടാണ്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പോർഷൻസ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ചുരുക്കി തന്നേക്കുക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ആദ്യത്തെയൊക്കെ കുറേ പഠിക്കാനുണ്ടായിരുന്നു. പ്രീവിയസ് ചാപ്റ്ററൊക്കെ നോക്കുകയാണ്, പ്രീവിയസ് NCERT ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അത്രക്കൊന്നും ഇല്ല. അതുകൊണ്ട് കുറച്ചും കൂടി ഈസിയാണ്. എന്നാൽ നിങ്ങൾ റിവിഷൻ കൊടുക്കേണ്ട ഒരു ചാപ്റ്ററാണ് അനാറ്റമി എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സമ്മറി ഒന്ന് മൂവ് ഓൺ ചെയ്യാം. Anatomically, a plant is made up of different kinds of tissues. The plant tissues are broadly classified into meristematic tissue, that is apical, lateral and intercalary. ഞാൻ എപ്പോഴും മക്കളടുത്ത് പറയലുണ്ട്, ഒരു ചാപ്റ്ററിൻ്റെയും സമ്മറി വിട്ടു പോകരുത് എന്ന്. അതിൻ്റെ റീസൺ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ, അതായത് ഈ പ്ലാന്റ് ടിഷ്യൂസ് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂ. ഇങ്ങനെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അതുപോലെ പെർമനൻറ്റ് ടിഷ്യൂ ഇങ്ങനെയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആരെ? പ്ലാന്റ് ടിഷ്യൂവിനെ. ഇത് ശരിക്കും നമ്മളുടെ എടുത്തു കളഞ്ഞ NCERT ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു ഇതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട്
റിഡക്ഷൻ നടന്നിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണല്ലോ ഇപ്പോഴും നിങ്ങൾ പഠിക്കുന്നത്. ഇതിൻ്റെ മുന്നേ ഉള്ള NCERT-യിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, ഇത് എക്സാമിന് വന്നുകൂടായില്ലല്ലോ, കാരണം ഇത് എവിടെയുണ്ട്, നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. സമ്മറിയിലാണ് എന്നുള്ളതല്ല പ്രശ്നം, ടെക്സ്റ്റിൽ ഇതുണ്ടല്ലോ. NCERT-ൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പോർഷൻ ഇല്ലേ, അതുകൊണ്ടാണ് പറയുന്നത് സമ്മറി ഈച്ച് ആൻഡ് എവറി ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ച് നോക്കിയേ പറ്റും. ക്ലിയർ? സോ മക്കളെ, ടിഷ്യൂ 2 ടൈപ്പ് ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ട്, പെർമനൻറ്റ് ടിഷ്യൂ ഉണ്ട്. ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയായിരുന്നു? എപ്പിക്കൽ, ലാറ്ററൽ, ഇന്റർകാലറി. ക്ലിയർ ആണോ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ് മക്കളെ? എപ്പിക്കൽ ടിഷ്യൂ, ലാറ്ററൽ ടിഷ്യൂ ആൻഡ് ഇന്റർകാലറി. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേതാണ് പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. ആൻഡ് പെർമനൻറ്റിൽ 2 ടൈപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് സിമ്പിൾ, കോംപ്ലെക്സ്. ഇങ്ങനെ 2 ടൈപ്പാണ് പെർമനൻറ്റിൽ വരുന്നത്. ഓക്കെ ആണോ? സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പം ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഈ പറഞ്ഞ സൈലം, ഫ്ലോയം, ഇതെന്താണ്? കോംപ്ലെക്സ് ടിഷ്യൂ ആണ്. സോ അത് ഏതിലാണ് വരിക? അതൊരു പെർമനൻറ്റ് ടിഷ്യൂലാണ് വരിക. ഇനി സിമ്പിൾ ആയിരുന്നു നമ്മൾ പഠിച്ച പാരങ്കൈമ, കൊളൻകൈമ, സ്ക്ലീറൻകൈമ, ഇതൊക്കെ നമ്മൾ പഠിച്ചില്ല. ഹൈപ്പോഡെർമിസ് ഒന്നിൽ സ്ക്ലീറൻകൈമയാണ്, ഒന്നിൽ പാരങ്കൈമയാണ്, ഒന്നിൽ കൊളൻകൈമയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? ഓക്കെ, സോ അതൊക്കെ ഏതാണ്? സിമ്പിൾ ടിഷ്യൂ ആണ്, അതും പെർമനൻ്റ് ആണ്. സോ എപ്പിക്കൽ, ലാറ്ററൽ, ഇന്റർകാലറി, ഇത് 3ഉം ഏതാണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. ഇനി അതല്ല, സിമ്പിൾ ആൻഡ് കോംപ്ലെക്സ് ടിഷ്യൂസ് വരുന്നത് ഏതിൻ്റെ അണ്ടറിലാണ്? പെർമനൻറ്റ് ടിഷ്യൂവിൻ്റെ അണ്ടറിലാണ്. ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ടിഷ്യൂസ് മനസ്സിലായല്ലോ. ഏതൊക്കെയാണ് മക്കളെ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും പെർമനൻറ്റ് ടിഷ്യൂവും. ക്ലിയർ ആണല്ലോ? So assimilation of food and its storage, transportation of water, minerals and photosynthesis, mechanical support are the main functions of tissues. ഈ മെക്കാനിക്കൽ സപ്പോർട്ട് തരുന്നത് ഏതായിരുന്നു? മെക്കാനിക്കൽ സ്ട്രെങ്ത് തരുന്നത് ഏതായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞതാ, കൊള്ളൻകൈമ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ ടിഷ്യൂസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ശരിക്കും ആ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച കാര്യങ്ങളാണ്. ആൻഡ് there are 3 types of tissue system. അത് നമ്മൾ ഇപ്പോൾ പഠിച്ചതാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഏതൊക്കെയാണ്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആൻഡ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, എപ്പിഡെർമൽ, ഗ്രൗണ്ട് ആൻഡ് വാസ്കുലാർ. പുതിയതൊന്നും ഇല്ലല്ലോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതല്ലേ. ഇനി വീണ്ടും എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്തൊക്കെയുണ്ട്? അതിൽ എപ്പിഡെർമൽ സെൽസ് ഉണ്ട്, സ്റ്റൊമാറ്റ ഉണ്ട്, എപ്പിഡെർമൽ അപ്പൻഡേജസ് ഉണ്ട്. എപ്പിഡെർമൽ അപ്പൻഡേജസിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? ട്രൈക്കോംസും റൂട്ട് ഹെയറും. ക്ലിയർ ആണല്ലോ? അതിൽ റൂട്ട് ഹെയറിൻ്റെ പ്രത്യേകതയാണ് യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ, ട്രൈക്കോംസ് ആണ് മൾട്ടി സെല്ലുലാർ ഇലോങ്ങേഷൻ. ക്ലിയർ അല്ലേ മക്കളെ? അടുത്തതായിരുന്നു നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ. ഗ്രൗണ്ട് ടിഷ്യൂലാണ് നമ്മൾ മീസോഫിലിനൊക്കെ പരിചയപ്പെട്ടത്. വാസ്കുലാറിലും എപ്പിഡെർമലിലും ഇല്ലാത്തവരാണ് ഗ്രൗണ്ട് ടിഷ്യൂലുള്ളതെന്നും പറഞ്ഞു. ഓക്കെ അല്ലേ? സോ ദ ഗ്രൗണ്ട് ടിഷ്യൂ ഫോംസ് ദ മെയിൻ ബൾക്ക് ഓഫ് ദി പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ മെയിൻ ബൾക്ക് പാർട്ട് എന്ന് പറയുന്ന ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. അതൊരു പുതിയ അറിവായിട്ട് എടുത്തോ. ഇങ്ങനെ ഒരു സെൻറ്റൻസ് എക്സാമിന് ചോദിക്കാം, സ്റ്റേറ്റ്മെൻറ്റ് വൈസ്. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? മെയിൻ ബൾക്ക് ഓഫ് ദി പ്ലാന്റ് ആരാണ്? ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോ. മെയിൻ ബൾക്ക് ഓഫ് ദി പ്ലാന്റ്, മെയിൻ ബൾക്ക് ഓഫ് ദി പ്ലാന്റ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഏതാണ്? ദാറ്റ് ഈസ് ഗ്രൗണ്ട് ടിഷ്യൂ. മെയിൻ ബൾക്ക് ഓഫ് ദി പ്ലാന്റ് ഏതായിരുന്നു മക്കളെ? ദാറ്റ് ഈസ് ഗ്രൗണ്ട് ടിഷ്യൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പുതിയൊരു പോയിന്റ് കൂടെ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 സോൺ. ഗ്രൗണ്ട് ടിഷ്യൂ 3 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കോർട്ടെക്സ്, പെരിസൈക്കിൾ, പിത്ത്. അത് ലാസ്റ്റ്, അതായത് സ്റ്റെമ്മിലോട്ട് വന്നപ്പോൾ അത് വീണ്ടും ഒന്നുകൂടെ ആ കോർട്ടെക്സ് തന്നെ 3 സബ് സോൺസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടില്ലായിരുന്നോ? അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഫോംസ് ദ മെയിൻ ബൾക്ക് ഓഫ് ദി പ്ലാന്റ്. ഗ്രൗണ്ട് ടിഷ്യൂ ആണ് ഒരു പ്ലാന്റിൻ്റെ മെയിൻ ബൾക്ക് എന്ന് പറയുന്നത്. വാസ്കുലർ ടിഷ്യൂസിൽ കോംപ്ലെക്സ് ടിഷ്യൂ ആയിട്ടുള്ള സൈലോം, ഫ്ലോയത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എപ്പിഡെർമൽ അപ്പൻഡേജസ്, അതുപോലെ തന്നെ സ്റ്റൊമാറ്റ, ഇവരെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. കോർട്ടെക്സ്, പെരിസൈക്കിൾ, പിത്തി. കോർട്ടെക്സിലാണ് മിക്ക ആളുകളും വന്ന് കിടക്കുന്നത്, പെരിസൈക്കിളിലാണ് മിക്ക ആളുകളും വന്ന് കിടക്കുന്നത്. ഓക്കെ, ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് അവരെ മെയിൻ ബൾക്ക് എന്ന് വിളിക്കാൻ കാരണം? ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 സോൺസ്, ദാറ്റ് ഈസ് കോർട്ടെക്സ്, പെരിസൈക്കിൾ, പിത്ത്. അടുത്തത് നമ്മൾ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. ഈ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ഇസ് ഫോംഡ് ബൈ ദ വാസ്കുലാർ ബണ്ടിൽസ്. ഏതൊക്കെയായിരുന്നു വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത്? സൈലോം, അതുപോലെ തന്നെ ഫ്ലോയം. ഓക്കെ ആണല്ലോ? ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ക്യാമ്പിയം, ലൊക്കേഷൻ ഓഫ് സൈലം ആൻഡ് ഫ്ലോയം, വാസ്കുലാർ ബണ്ടിൽസ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഏതൊക്കെയായിരുന്നു? കൺജോയിൻഡ് വാസ്കുലാർ ബണ്ടിൽ ഉണ്ട്, അതിൽ തന്നെ ഓപ്പണും ഉണ്ട്, ക്ലോസ്ഡും ഉണ്ട്. റേഡിയൽ വാസ്കുലാർ ബണ്ടിലും ഉണ്ട്. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുമ്പം അലോങ് ഡിഫറെൻറ്റ് റേഡിയായി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. എങ്ങനെ? ഓൾട്ടർനേറ്റ് മാനറിൽ. എന്ന് വെച്ചാൽ
ഈ ഒരു മോഡലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അലോങ് ഡിഫറെൻറ്റ് റേഡിയായി ഓൾട്ടർനേറ്റ് മാനറിലാണ് എന്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, റേഡിയൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഈ റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസ് കാണുന്നത് ആർക്കാണ് മക്കളെ, RR റൂട്ടിനാണ് എന്ന് ഓർത്ത് വെക്കാൻ പറഞ്ഞില്ലായിരുന്നോ? ക്ലിയർ ആണല്ലോ. അടുത്തത് കൺജോയിൻറ്റ് ഓപ്പണും കൺജോയിൻറ്റ് ക്ലോസും. കൺജോയിൻറ്റ് ഓപ്പൺ എന്ന് പറയുമ്പോഴാണ് ക്യാമ്പിയം പ്രസന്റ് ആകുമ്പോഴാണ്. ഈ ക്യാമ്പിയം പ്രസന്റ് ആണെങ്കിൽ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്, അവർക്കാണ് സെക്കൻഡറി ഗ്രോത്ത് കാണിക്കാൻ വേണ്ടി പറ്റുക. ക്യാമ്പിയം ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സെക്കൻഡറി ഗ്രോത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി ദ വാസ്കുലാർ ബണ്ടിൽസ് ഫോം കണ്ടക്ടിങ് ടിഷ്യൂ ആൻഡ് ട്രാൻസ്ലൊക്കേറ്റ് വാട്ടർ, മിനറൽ, ഫുഡ് മെറ്റീരിയൽ. വി ഹാവ് സെഡ് ദാറ്റ്. വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഫംഗ്ഷൻ എന്താണ്, സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഫംഗ്ഷൻ എന്താണ്, ഇവർ കണ്ടക്ടിങ് ടിഷ്യൂ ആണ്, ട്രാൻസ്ലൊക്കേറ്റ് വാട്ടർ, മിനറൽസ് ആൻഡ് ഫുഡ് മെറ്റീരിയൽസ്. ഇതിങ്ങനെ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല. സോ അതും ഒരു പുതിയ അറിവായിട്ട് തന്നെ എടുക്കണം നിങ്ങൾ. ഓക്കെ, ഞാൻ എന്തിനാണ് ഇതിങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ എക്സാമിന് ഇവർ എവിടുന്നാണ് ക്വസ്റ്റ്യൻ ഇടുക നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ഇതിനൊന്നും പറയാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ മെയിൻ ബൾക്ക് എന്നൊന്നും നമുക്ക് ഒരിക്കലും ഔട്ട് ഓഫ് സിലബസ് പറയാൻ പറ്റത്തില്ല, കാരണം ടെക്സ്റ്റിലുണ്ട്. നമ്മൾ കുറച്ചൊന്ന് ലോജിക് വൈസ് ചിന്തിച്ചാലും കറക്റ്റ് അല്ലേ, നമ്മൾ പഠിച്ചത് വെച്ച് കറക്റ്റ് അല്ലേ മക്കളെ? സോ ഇവിടെ ആലോചിക്കുക, ഈ പറയുന്ന വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? അതൊരു കണ്ടക്ടിങ് ടിഷ്യൂ ആണെന്ന് വെച്ചാൽ വാട്ടർ, മിനറൽസ് ഒക്കെ, ഫുഡ് ആൻഡ് വാട്ടർ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? Then monocot and dicot plants show marked variations in their internal structure. They differ in type, number and location of vascular bundles, and the secondary growth occurs in most of the dicotyledonous root and stem. Monocot cambium absent ആയതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം, സെക്കൻഡറി ഗ്രോത്ത് കാണിക്കാത്തതിൻ്റെ റീസൺ. ക്ലിയർ ആണോ? ഇത്രയാണ് മക്കളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പറയാനുള്ളത്. ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. ലൈക്ക് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ചത് എന്തൊക്കെയാണ്, ടിഷ്യൂ സിസ്റ്റം പഠിച്ചു, അനാട്ടമി ഓഫ് ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് പ്ലാന്റ്സിനെ പറ്റി പഠിച്ചു. അതിലാദ്യം നമ്മൾ റൂട്ട് പഠിച്ചു, സ്റ്റെമ്മ് പഠിച്ചു, ലീഫ് പഠിച്ചു. ഓക്കെ, പിന്നെ നമുക്ക് സമ്മറിയിൽ നിന്ന് 2-3 പോയിൻറ്റ്സ് എക്സ്ട്രാ കിട്ടുകയും ചെയ്തു. അത് ഓർത്ത് വെക്കൽ നിർബന്ധമാണ്. ലൈക്ക് ഈ ടെക്സ്റ്റിൽ നിലവിൽ ഇല്ലാത്തതും മുന്നത്തെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളുമാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ മക്കളെ? അതിൽ ഇനി കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്? സോ ഇത് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഒരു മുന്നത്തെ പ്രീവിയസ് നമ്മളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയാൽ എന്ത് കാണാൻ പറ്റും? പാരങ്കൈമ, കൊളൻകൈമ, സ്ക്ലീറങ്കൈമ ഇവരുടെ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ എപ്പിക്കൽ, ലാറ്ററൽ, ഇൻ്റർകാലറി, മെരിസ്റ്റംസിനെ പറ്റിയിട്ട് ഫസ്റ്റ് 2 പേജസ്, അതായത് ഇപ്പം ചാപ്റ്റർ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? എപ്പിക്കൽ, ലാറ്ററൽ, ഇൻ്റർകാലറി മെരിസ്റ്റം, അവരുടെ എക്സാമ്പിൾസ്, അവരെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കാണാൻ വേണ്ടി പറ്റും. അവർ പ്രൈമറി മെരിസ്റ്റംസ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ടെക്സ്റ്റിൽ പഠിക്കാനില്ല. ഓക്കെ, സോ ഇതുവരെ എടുത്ത എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ആൻഡ് ഹോപ്പ്ഫുള്ളി ഐ തിങ്ക് യു ഹാവ് ഡൺ, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ചാപ്റ്റർ നന്നായിട്ട് റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, ലൈക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ കുറേ ഡൗട്ട്സ് വരും, ഡൗട്ട്സ് ഉള്ളത് സ്ക്രിബിൾ ചെയ്യുക. നമ്മളുടെ ലൈവ് ക്ലാസ്സസ് വരുമ്പോൾ വി ഹാവ് ടു ക്ലിയർ ദാറ്റ്. ഓക്കെ, ഡൗട്ട്സൊക്കെ എഴുതി വെക്കുക. ഓക്കെ, അപ്പം ചിലപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 2, 3, 4 ഡൗട്ട്സ് ഉണ്ടാകും, ചിലപ്പോൾ ചിലതിൽ ഡൗട്ട്സ് ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സ്ക്രിബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ ലൈവ് ക്ലാസ് ഓപ്ഷൻസ് വരുന്ന സമയത്ത് ആ ഡൗട്ട്സൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. Okay, so until the next class, thank you.